नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्णचैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 32 രാസക്രീഡാ വർണ്ണനം. പേജ് നമ്പർ 308. തൻ്റെ പ്രസ്താവത്തിൽ വിശദീകരണം ആവശ്യമായ അനേകം പ്രധാനപ്പെട്ട പദങ്ങൾ പരീക്ഷിത്ത് മഹാരാജാവ് ഉപയോഗിച്ചിട്ടുണ്ട്. ജുഗുപ്സിതം എന്ന പദമാണ് ആദ്യത്തേത്, അതായത് അറപ്പും വെറുപ്പും ഉളവാക്കുന്നത്. പരീക്ഷിത്തു മഹാരാജാവിൻ്റെ ആദ്യത്തെ സംശയം ഇതാണ്: ധർമ്മ സംസ്ഥാപനത്തിനായി അവതരിച്ചിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ കൃഷ്ണൻ. അങ്ങനെയിരിക്കെ അർദ്ധരാത്രി പരസ്ത്രീകളുമായി ഒത്തുചേർന്നു നൃത്തവും പാട്ടും ആലിംഗനവും ചുംബനവും ഒക്കെ നടത്തിയതെന്തിന്? വേദാനുശാസനമനുസരിച്ച് ഇതനുവദിച്ചിട്ടില്ല. അതുമല്ല, ഗോപിമാർ ആദ്യം അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവരോടു വീട്ടിലേക്കു മടങ്ങിപ്പോകാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. പരസ്ത്രീകളെയും കന്യകമാരെയും വിളിച്ചു വരുത്തി അവരുമൊത്ത് കൂത്താടുന്നത് തീർച്ചയായും വേദവിധി പ്രകാരം ജുഗുപ്സാവഹമാണ്. കൃഷ്ണൻ എന്തിനിതു ചെയ്തു? ആപ്തകാമ എന്നാണ് മറ്റൊരു പദം. കൃഷ്ണൻ കന്യകമാരിൽ അത്യന്തം കാമാർത്തനായിരുന്നു എന്നാണ് ചിലരുടെ നിഗമനം. പക്ഷേ ഇത് അസാധ്യമാണെന്നു പരീക്ഷിത്തു മഹാരാജാവ് പറയുന്നു. അദ്ദേഹത്തിനു കാമാർത്തനാകാനാവില്ല. ഒന്നാമതായി, ഭൗതികമായ കണക്കുകൂട്ടലനുസരിച്ച് കൃഷ്ണന് അന്ന് 8 വയസ്സു പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രായത്തിൽ ഒരു ബാലന് കാമാർത്തനാകുക സാധ്യമല്ല. സ്വയം സംതൃപ്തനാണ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്നാണ് ആപ്തകാമ എന്നതിൻ്റെ അർത്ഥം. അഥവാ അദ്ദേഹം കാമാർത്തനാണെന്നു തന്നെ ഇരിക്കട്ടെ, എങ്കിൽ കൂടി ഗോപികമാരുടെ കാമാഭിലാഷങ്ങളാൽ അദ്ദേഹം പ്രേരിതനായിരിക്കണമെന്നാണ് മറ്റൊരു വാദം. എന്നാൽ യദുപതി എന്ന് മറ്റൊരു പദം പരീക്ഷിത്തു മഹാരാജാവ് പ്രയോഗിക്കുന്നുണ്ട്. യദുകുലത്തിലെ രാജാക്കന്മാർ എന്നും അങ്ങേയറ്റം ധാർമ്മികരായിരുന്നു. അവരുടെ പിൻഗാമികളും വിഭിന്നരായിരുന്നില്ല. ആ വംശത്തിൽ ജന്മമെടുത്ത ഒരാളെ ഗോപിമാർക്കു പോലും എങ്ങനെ പ്രേരിപ്പിക്കാനാകും? അതിനാൽ ജുഗുപ്സാവഹമായ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ കൃഷ്ണനു സാധ്യമല്ലെന്നു തീർച്ച. എന്നാൽ കൃഷ്ണൻ എന്തിനാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്നാണ് പരീക്ഷിത്തു മഹാരാജാവിൻ്റെ സംശയം. അതിൻ്റെ യഥാർത്ഥമായ ഉദ്ദേശം എന്തായിരുന്നു? ശുകദേവ ഗോസ്വാമിയുമായി സംസാരിക്കുമ്പോൾ മഹാരാജാവ് ഉപയോഗിച്ച മറ്റൊരു പദം സുവ്രത എന്നാണ്. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക
എന്നാണ് ഇതുകൊണ്ടർത്ഥമാക്കുന്നത്. അഭ്യസ്തവിദ്യനായ ഒരു ബ്രഹ്മചാരിയായിരുന്നു ശുകദേവ ഗോസ്വാമി. അങ്ങനെയിരിക്കെ ലൈംഗിക കാര്യങ്ങളിൽ ഏർപ്പെടുകയെന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും അസാധ്യമായിരുന്നു. ബ്രഹ്മചാരികൾക്ക് കർശനമായി നിരോധിച്ചിരിക്കുന്ന കാര്യമാണിത്. അപ്പോൾ പിന്നെ ശുകദേവ ഗോസ്വാമിയെപ്പോലുള്ള ഒരു ബ്രഹ്മചാരിയെക്കുറിച്ച് എന്തു പറയാൻ? എന്നാൽ രാസനൃത്തത്തിൻ്റെ പരിതസ്ഥിതികൾ തികച്ചും സംശയാസ്പദമായിരുന്നതിനാൽ പരീക്ഷിത്തു മഹാരാജാവ് ശുകദേവ ഗോസ്വാമിയോട് അതിനൊരു വിശദീകരണം ചോദിച്ചു. പരമനിയന്താവിൻ്റെ കാര്യത്തിൽ ധർമ്മതത്വങ്ങളുടെ ഉല്ലംഘനം തൻ്റെ മഹാശക്തിയുടെ സാക്ഷ്യപ്പെടുത്തലാണെന്നു ശുകദേവ ഗോസ്വാമി പെട്ടെന്ന് മറുപടി പറഞ്ഞു. ഉദാഹരണത്തിന്, എത്ര അറപ്പുള്ള വസ്തുവും അഗ്നിക്കു ആഹരിക്കാം. സൂര്യന് മലമൂത്രങ്ങളിൽ നിന്നു ജലാംശം വലിച്ചെടുക്കാം. എന്നാൽ സൂര്യൻ മലിനപ്പെടുന്നില്ല. നേരെ മറിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സ്വാധീനഫലമായി ദൂഷിതവും പങ്കിലവുമായ പ്രദേശങ്ങൾ ശുദ്ധീകരിച്ചു അണുവിമുക്തമാക്കുകയും ചെയ്യാം. ഹരേ കൃഷ്ണ.